നിങ്ങൾ രണ്ടാളെന്താ നേരം വൈകിയേ? കുറേ മുന്നേ ഇറങ്ങിയിട്ടുണ്ടെന്നാണല്ലോ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞേ. പിന്നെന്തേ? ഓ അതോ, അത് ഞങ്ങൾ വരുന്ന വയ്ക്ക് ഒരു കോഫി കുടിക്കാനൊരു കഫേ കയറിയതാ. പിന്നെ ഇവൻ്റെ പിച്ചും പെയ്യും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് നേരം കഴിഞ്ഞു, അതാ. പിച്ചും പെയ്യോ? നീ എന്ത് തേങ്ങയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പിച്ചും പെയ്യും പറയുന്നത് നിന്റെ അപ്പൻ അല്ല പിന്നെ. എടാ കൃഷ്ണി, നീ അന്ന് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നീ പോടാ അവിടുന്ന്, വെറുതെ ഇരിക്കുന്ന എൻ്റെ അപ്പനെ പറഞ്ഞാണ്ടല്ലോ. എടാ കൃഷ്ണി, നീ ഇത് കേൾക്കണം. അവിടെ എത്തുന്ന വരെ ഇവനൊരു കുഴപ്പമില്ലായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് ഇവന് പോലും അറിയില്ല. സ്വയമേ ചിരിക്കുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, എന്തൊക്കെയാ ഗോഷ്ഠി കാണിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിന് വേറെന്തൊക്കെയോ ഉത്തരം പറയുന്നു. ഇതിനൊക്കെ പിന്നെ ഞാൻ എന്താ പറയാ? കഫേ പോയപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുമോ? ഒറ്റ മിനിറ്റ്, നിങ്ങൾ ഏത് കഫേക്കാ പോയെന്നൊന്ന് പറഞ്ഞേ. കഫേൻ്റെ പേരൊന്നും ഞാൻ നോക്കില്ല, പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അതില്ലായിരുന്നു, പുതിയ തുടങ്ങിയാൻ തോന്നുന്നു. എടാ പറഞ്ഞു തരുമ്പോൾ മറ്റേ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അതിന് കുറച്ചും കൂടി മുന്നോട്ട്. ഓ, അപ്പം അതന്നെ, വെറുതെ അല്ല കോഴി കൂവിയത്. എന്താ? നിങ്ങൾ രണ്ടാളൊന്നും മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കേ. അവൻ ഇത്രയും നേരം തവളേനെ പിടിച്ചോണ്ടിരുന്നു, നീ ഇപ്പോൾ ഒരു കോഴിനെയും കൊണ്ട് വന്നേക്കുന്നു. ഞാൻ പോവാ, എനിക്കൊന്നും വയ്യ നിങ്ങളുടെ നിൽക്കാൻ. അവളെവിടെ? ഞാനൊരു ഉപമ പറഞ്ഞതാണേ, അവളെ റൂമിലുണ്ട്, അങ്ങോട്ട് പോയിക്കോ. ഒരു ഉപമ ഞാനൊന്നും പറയുന്നില്ല, മാറി നിൽക്കടാ അവിടുന്ന്. എൻ്റെ അമ്മോ, നല്ല പോയിക്കോ. അല്ല, ഇവളിപ്പോൾ എന്തിനാ നാട്ടിലേക്ക് വന്നേ? ആർക്കറിയാം, വെറുതെ വന്നതാവും മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട്. ഇവളെ കൊണ്ടുവരേണ്ട വന്നതിന് ഒരുപാട് കേട്ട്. അടുത്ത ആഴ്ച അവളെ തന്തപ്പുള്ളിയൊക്കെ പാടം കണ്ട് ലാൻഡ് ആവുന്നുണ്ട്. ഇനി അയാളെ സഹിക്കണം. ആ, അങ്കിളും വരുന്നുണ്ടോ? എന്നാ മോനുള്ള എന്തോ പണിയായിട്ടാവുമല്ലോ വരിക. നീ വെയിറ്റ് ചെയ്തോ. ഓ പിന്നെ, വെയിറ്റ് ചെയ്ത് കുത്തിരിക്കാൻ അയാൾ എനിക്കുള്ള ഗിഫ്റ്റായിട്ട് വരുന്ന സാന്റാക്ലോസ് അല്ലേ, ഒന്ന് പോടായിരുന്നു. ആ, എന്തായാലും അങ്കിള് വരട്ടെ, അപ്പം കാണാം. അല്ലടാ, അവന്മാർ വിളിച്ചോണ്ടിരുന്നു നിന്നെ. ആ, എന്നെ ജാക്സൺ വിളിച്ചിരുന്നു. എന്നിട്ട് നീ എന്താ ഇങ്ങനെ ഒരു കൂസല്ലാണ്ട് ഇരിക്കുന്നേ? അല്ലാണ്ട ഞാനെന്താ ചെയ്യണ്ടേ? ഇവിടെ നിന്ന് തുള്ളിച്ചാട്ടണോ? എടാ, ഞാൻ നിന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. അയാൾ നമ്മളെ തൊട്ടടുത്തുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണം? നമ്മുടെ ഈ തൊട്ടടുത്തെന്ന് പറയുന്നത് ചെന്നൈയിലല്ലേ? അയാളിവിടെ കേരളത്തിലെത്തട്ടെ, അതിനു വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അയാൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? അയാൾ എന്തായാലും വരും, വരാണ്ട് എവിടെ പോവാനാ? അല്ലെങ്കിൽ ഈ ജയ്ഡൻ ഫിലിപ്പ് ഇവിടെ എത്തിച്ചിരിക്കും, ഏത് വൃത്തികെട്ട കളി കളിച്ചിട്ടാണെങ്കിലും. നിന്റെ ഡേർട്ടി ഗെയിം അയാളെ ഫാമിലിനെ വെച്ചിട്ടാണെങ്കിൽ അത് ചിലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. അയാൾ വലിയ കെയർ ഒന്നുമല്ല അയാളെ ഫാമിലിനെ പറ്റി, അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. എനിക്കറിയാം ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ് അത് അയാളുടെ ചിലവാകില്ലാന്ന്. പക്ഷേ പൈസയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിച്ചു കൂട്ടും അയാൾ. എനിക്കത് മതി. നീ എന്താ ചെയ്യടാ ഉദ്ദേശിക്കുന്നത്? അതായത് ക്രിസ്റ്റിയും, നീ കേട്ടിട്ടില്ലേ ഒരു വെടിക്ക് 2 പക്ഷിന്ന്? അതാ ഈ ഗെയിമിൽ നടക്കാൻ പോകുന്നത്. എനിക്ക് അവളെയും വേണം, അതോടൊപ്പം മാധവനെയും വേണം. പക്ഷേ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനും എൻ്റെ ചെയ്യാനുള്ള പണി മാത്രമേ എനിക്കുള്ളൂ. കളിക്കുന്നത് ഞാനല്ലെന്ന് മാത്രം. നീ അവന്മാരോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ? ആ, പറഞ്ഞിരുന്നു, ജാക്സണോടും മാത്യുവിനോടും. അലക്സ് ഒരു കല്യാണ തിരക്കിലാണ്, അത് കഴിയട്ടെ വിചാരിച്ചു. പിന്നെ ജാക്സൺ നാളെ വിളിച്ചപ്പോൾ അവരോട് ഞാൻ നോക്കാൻ പറഞ്ഞതാ. സോ നമുക്കുള്ള ഡ്യൂട്ടി അയാൾ കേരളത്തിലെത്തിയിട്ട്, അതുവരെ ജാക്സൺ നോക്കിക്കോളും. അതെന്തായാലും നന്നായി. ഇതൊക്കെ പാടെ ഇപ്പോൾ ഇവിടെ ഡേറ്റിൻ്റെ ടൈമിലാണല്ലോ നോക്കിട്ട്, അപ്പം എനിക്ക് ടെൻഷൻ. നീ പേടിക്കണ്ടടാ, എനിക്കൊന്നും പറ്റുന്നില്ല. അയ്യോ, അങ്ങോട്ട് മാറിക്ക്. എനിക്ക് ടെൻഷൻ മൊത്തം അവളെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടൊന്നുമല്ല. ഓ, അപ്പം അങ്ങനെയൊക്കെയായി. അല്ല, നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? അവളല്ലേ പ്രസവിക്കാൻ പോകുന്നേ, അവക്കില്ലല്ലോ എത്രമാത്രം ടെൻഷൻ. പോടാ അവിടുന്ന്, നിനക്കിതൊക്കെ പറയാം. ഇവിടെ ടെൻഷൻ അടിക്കണേ ഞങ്ങളല്ലേ, അവൾക്ക് ടെൻഷൻ ഇല്ലാന്നൊന്നും നീ പറയണ്ട. അവൾക്കും ടെൻഷനൊക്കെ ഉണ്ട്. ഈയിടെയായിട്ട് അവൾക്ക് നല്ല പെയിനാണ്, പാവം, നല്ല പോലെ വേദന സഹിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ചങ്ക് പെടയുക. അവളങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൾക്കും കുഞ്ഞിനൊരു പ്രശ്നമില്ലാണെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ പൊന്ന് ക്രിസ്റ്റി, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. അവൾക്കും കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാവില്ല, അതിൽ സുഖമായിട്ട് ഇങ്ങോട്ട് വരും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. പിന്നെ നീയായിട്ട് ഒപ്പിച്ചല്ലേ എന്നിട്ട് ഇവിടെ കൊന്ന് മൂങ്ങുന്നു. ആദ്യം ചിന്തിക്കണേ ഇതൊക്കെ, അല്ലാണ്ട് ഇപ്പം കൊത്തുനിന്ന് നിലവിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ പറഞ്ഞ പോലെ ഞാനായിട്ട് ഒപ്പിച്ചോണ്ട് ഞാനൊന്നും പറയില്ല.
നിനക്കും വരുടെ ഒരു ദിവസം അങ്ങനെ. അപ്പം മനസ്സിലാവും നിനക്ക്. ഓ പിന്നെ ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും നിന്നെപ്പോലെ ടെൻഷൻ അടിച്ച് കേൾക്കുന്നില്ല. എനിക്ക് എൻ്റെ അണ്ണാങ്കുന്നിനെ ഭയങ്കര വിശ്വാസമാണ്. അവളിങ്ങനെ മണി പോലെ പ്രസവിച്ചങ്ങ് പോകുന്നുള്ളൂ. അപ്പം ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അയ്യോ, മണി പോലെ പ്രസവിച്ച് വരാൻ അവളെന്താ പട്ടിയോ പൂച്ചയോ? ഞാനൊന്നും പറയില്ല. അവൻ്റെ ഒരു ഈ അവസ്ഥ വരട്ടെ, അപ്പം മനസ്സിലാവും നീ ഇതൊക്കെ തന്നെയാണോ പറയാന്ന്. നീ ഒന്ന് ആദ്യം പോയി അവളെ സെറ്റാക്ക്, എന്നിട്ട് മതി പ്രസവത്തിൻ്റെ കാര്യമൊക്കെ. കല്യാണം പോലും കഴിഞ്ഞില്ല, എന്നിട്ടാണ് അവൻ്റെ പ്രസവം. നീ എന്നെ പുച്ഛിക്കുന്നടാ. അവളെ ഒരു ദിവസം ഞാൻ കിട്ടും ചെയ്യും, എൻ്റെ 5-6 മക്കളെ തള്ളയാക്കും ചെയ്യും. എന്നിട്ട് നിന്നെ നടുവ് നിർത്തി ഞാനും എൻ്റെ മക്കളും പാടെ ഒപ്പനയും കളിക്കും. അവൻ എന്നെ പുച്ഛിക്കാൻ വരുന്നത്. ഓ പിന്നെ ഒപ്പന അത് വേണ്ടടാ. നീ എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു അംഗനവാടി തുടങ്ങിക്കോ. അതാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇതുണ്ടാവും. എടാ മാക്കാച്ചി തറയാ, എൻ്റെ മുമ്പെന്ന് മാറിന്നോ, അല്ലെങ്കിലേ ഉണ്ടാവാൻ പോണ കുട്ടി അച്ഛനാണ് വളരേണ്ടി വരും. എന്താണ് അവിടെ ഒച്ചയും ബഹളമൊക്കെ? മനുഷ്യനൊന്നും കിടക്കാനും സമ്മതിക്കരുത് കേട്ടോ. ഓ, സ്വൈര്യം തരാത്ത രണ്ടെണ്ണം. എടി ഞാനല്ല ഡീപനൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് രണ്ടാക്കും നാണല്ലേ ചെറിയ മക്കളെ പോലെ അടി ഉണ്ടാക്കാൻ? ഇല്ല, നീ കുറച്ച് കടം തരുമോ? ഇവനെ ഞാനിന്ന് ഇനി നീ അങ്ങനെ തുടങ്ങിക്കോ. എൻ്റെ അയറിനെ നീ അങ്ങനെ നിൽക്കാണ്ട് എവിടെയൊന്ന് പോയി ഇരിക്കെങ്കിലും അല്ലെങ്കിൽ കിടക്കെങ്കിലും ചെയ്യേ. ഞാൻ ഇനി ഇവിടെ ഇരുന്നോളാം, എനിക്കിനി കിടക്കാനൊന്നും വയ്യ. ഐറിനെ, ഞങ്ങളെ ജൂനിയർ എന്താ പറയുന്നേ? ആൾക്ക് സുഖല്ലേ? ഇയാൾക്ക് എന്ത് കുഴപ്പം? കുഴപ്പം മൊത്തം ഞാനല്ലേ അനുഭവിക്കുന്നേ. എന്നെ ഇങ്ങനെ ചവിട്ടി ഇല്ലാണ്ടാക്കുക. പുറത്തേക്ക് ഇങ്ങ് വരട്ടെ, അപ്പം കാണിച്ചു കൊടുക്കണ്ടേ ഞാൻ. ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ടിരുന്ന് മമ്മീനെ ചവിട്ടുകയല്ലേ? നീ ഇങ്ങോട്ട് വാടാ, അപ്പം കാണിച്ചു തരാം. എൻ്റെ ഐറിനെ ചവിട്ടാനായോ നീ? ബെസ്റ്റ്. ഉള്ളിൽ കിടക്കുന്ന ആളും കണക്കാ, പുറത്തുള്ള ആളും കണക്കാ. അല്ലടാ, നീ ഈ ഉള്ളിൽ കിടക്കുന്ന ആള് ബോയാന്ന് ഉറപ്പിച്ചോ? ഇനി അഥവാ ഗേളാണെങ്കിലോ? ഞാൻ പണ്ടേ പറഞ്ഞില്ലായിരുന്നു, ഇതവൻ തന്നെയാ നമ്മളെ കൊട്ടാരത്തേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ രാജകുമാരൻ. അല്ലടി ഏഞ്ചലേ, ഈ വരവരെങ്കിലും നിന്നെ തന്ന് നിന്റെ കല്യാണം ഉറപ്പിക്കുമോ? അതൊന്ന് കാണാനേനു. നീ അങ്ങനെ കാണണ്ട. അല്ലേ, അവൻ എൻ്റെ കല്യാണം ഉറപ്പിക്കാനിട്ടാ. ഞാൻ അവിടെ സമാധാനം ജീവിച്ചോണ്ട് അവന് ഇഷ്ടമല്ല. തേണ്ടി നീ കെട്ടണ്ടടി. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ചെക്കനെ കിട്ടണം. നീ ഇങ്ങനെ അലയും ചുറ്റും കടന്നിട്ട്. അപ്പം കാണാം. അത് അന്നേരല്ലേ. അപ്പം ഞാൻ വരുന്നുണ്ട് ചെക്കനെ ചോദിച്ചിട്ട് നിൻ്റെ അടുത്തിട്ടോ. നിങ്ങൾക്കിങ്ങനെ ഏതെങ്കിലും ഒന്നിനെ കിട്ടിയാൽ മതി അടി ഉണ്ടാക്കാൻ. ഈ രണ്ടും കണക്കാ. മറ്റവരും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ യുദ്ധക്കളായേനെ. പക്ഷെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരെ. അവരത്രയും നേരത്തെ പോകണ്ടില്ലേനും. എടാ ചേട്ടാ, നീ അവരെ വിളിച്ചിങ്ങോട്ട് വരാൻ പറ. അവരും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാവും ഇവിടെ. അവരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ അടുത്ത് അവർ ലാൻഡ് ആവും, അപ്പം കാണാൻ വെക്കും. എന്നിട്ട് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പോലും അവന്മാരൊന്നും പറഞ്ഞില്ലല്ലോ. തീണ്ടിയടി വരട്ടം കിട്ടും. അത് ചിലപ്പോൾ നിന്നെ സർപ്രൈസ് ആക്കാനാവും. ഇനി ഞാൻ പറഞ്ഞതൊന്നും പോയി ആ മാങ്ങാത്തലന്മാരോട് പറയാൻ നിൽക്കണ്ട. അവന്മാരെന്നെ വെച്ചേക്കൂല. ഞാൻ മതിയാകും അടുത്ത പ്രശ്നത്തിന്. ഞാൻ പറയത്തൊന്നുമില്ല. ഓ, നീയല്ലേ വിശ്വസിച്ച്. ഇനി പറ, എന്ത് പ്ലാൻ ചെയ്യുന്നതിനെ പറ്റിയാ? എടി, അതുണ്ടല്ലോ, ആദ്യമായിട്ട് ബർത്ത്ഡേ വരിക. നമ്മളതിന് നല്ലൊരു സർപ്രൈസ് കൊടുക്കണം. നീ കണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എങ്ങനെ തന്നതെന്ന്? അതിനപ്പുറം ആവണത്. മൂപ്പര് ഞെട്ടണം. അങ്ങനെ വേണം ഈ പ്രാവശ്യം സർപ്രൈസ്. പറഞ്ഞ പോലെ ആദ്യമായിട്ട് ബർത്ത്ഡേ എത്തിയല്ലോ അല്ലേ? അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി. നീ ഓർമ്മിപ്പിച്ച് നന്നായി. എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് പൊളിക്കണം. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പൊളിച്ച് കൈ കൊടുക്കണം. അതാണ് നമ്മളെ പ്ലാൻ. നമുക്ക് ഇപ്പം തുടങ്ങിയാലേ അത് അപ്പം തീരുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കരുത്, ആരോടും പറയരുത്. മനസ്സിലായോ? മനസ്സിലായി. സീക്രട്ടായിട്ട് വെക്കണമെന്നല്ലേ? അത് ഞാൻ ഏറ്റു. ആരോടും ഞാൻ പറയില്ല. അപ്പോൾ സെറ്റ്. നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ് നമ്മളെ പ്ലാനിങ്. ഓക്കെ? ഒരിക്കലും ഏട്ടൻ അറിയാൻ പാടില്ല. അവനാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ നല്ല ഓർമ്മയാവും. അതുകൊണ്ട് നമ്മളെന്തോ സർപ്രൈസ് കൊടുക്കുന്നുള്ളൊരു വിചാരം ഉണ്ടാവും. പക്ഷേ നമുക്കൊന്നും ഓർമ്മയില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെയാവണം നമ്മളെ മുഖഭാവം. ഓക്കെ? ഒരാൾക്കും പിടികൊടുക്കാൻ പാടില്ല. ഇല്ല, ചത്താലും ഞാൻ പിടികൊടുക്കൂല. നീയാണേ സത്യം. അവളെ എൻ്റെ തല തൊട്ട് സത്യടിക്കാൻ വന്നിക്കുക. നീ നിൻ്റെ തല തൊട്ട് സത്യടിക്കടി, എൻ്റെ തല പൊട്ടി തെറിക്കാനായിട്ട്. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ. അതാ എൻ്റെ പേടി. മനുഷ്യൻ്റെ തല വെച്ചിട്ട് അവള് സത്യടിച്ച്. അയ്യോ, എനിക്ക് കല്യാണം കഴിച്ച് എൻ്റെ കുട്ടികളെ നോക്കാനൊക്കെ ഉള്ളതാ. നിന്റെ തല പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. അല്ല പിന്നെ
ദുഷ്ടി, എന്നാലും സത്യം എടുത്താൽ തിരിച്ചെടുക്കൂലാന്ന്. നീ ഒന്നും ഒരിക്കലും നന്നാവൂലടി. താങ്ക്സ്. നീ പോടി. എടി പൂച്ചേ, വിഷയം തന്നെ മാറാണ്ട് പ്ലാൻ ഉണ്ടാക്കാൻ വാ. ആ, പറഞ്ഞ പോലെ വിഷയം മറന്നുപോയി. പ്ലാനിങ്. അപ്പം നമ്മൾ പ്ലാനിങ്ങിൽ ഫോക്കസ് ആവണം. അതൊക്കെ ആയിക്കോട്ടെ, നീ പ്ലാൻ പറ, എങ്ങനെയാന്നൊക്കെ പറ. പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഡെക്കറേഷൻ അടിപൊളിയാക്കണം. അതിൽ ഏട്ടൻ വീഴണം. ഫസ്റ്റ് സർപ്രൈസ് അതിലുണ്ടാവണം. ബാക്കി പിന്നെ അതിന് എന്ത് ചെയ്യും? ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ഏട്ടൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഏട്ടനാണെങ്കിൽ അന്ന് ഉറങ്ങൂല, എനിക്ക് 100% ഉറപ്പാണ്. എന്ത് ചെയ്യടി? ഏട്ടനെ ഇവിടെ നിർത്തരുത്, എങ്ങോട്ടേയും പറഞ്ഞേക്കണം. അത് നമുക്ക് അന്നേരം ഒരു വഴി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഡെക്കറേഷൻ, പിന്നെ കേക്ക് മുറിയിലും ഓരോ ഗെയിംസിലൊക്കെ ആയിട്ട് ഓരോരോ സർപ്രൈസ് കൊണ്ടുവരാം. ഓക്കെ, പക്ഷെ ഇതൊക്കെ പാടെ നമ്മളെ കൊണ്ട് ഒറ്റ നടക്കൂ? മീൻസ് ഡെക്കറേഷൻ ചെയ്യാനും ഏട്ടനെ പറഞ്ഞയക്കാനും പിന്നെ ഓരോരോ ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെയും നമുക്ക് കൂട്ടുപിടിക്കാം. ഏട്ടൻ്റെ വല്ല ഫ്രണ്ട്സിനെയൊക്കെ. അതും ശരിയാണ്, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കൂല. നിനക്കറിയാലോ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ജയന്ത ചേച്ചിയും സാറും തന്നെയാണ് മെയിൻ. പിന്നെ ബാക്കിയുള്ളവരൊന്നും ഞാൻ വലിയ കമ്പനിയല്ല. നമുക്ക് ഇവരെ തന്നെ പിടിക്കാം. പണി കൊടുക്കാനാണെങ്കിൽ ജയന്ത ചേച്ചിനെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. സോ അന്നത്തെ ദിവസം ഏട്ടൻ്റെ കാര്യം ചേച്ചി നോക്കിക്കോളും. നമുക്ക് മൂന്നാക്കുമ്പോൾ ഡെക്കറേഷനും സർപ്രൈസൊക്കെ ആയിട്ട് കൂടാം. അപ്പോൾ ഓക്കെ, സെറ്റ്. അപ്പം എന്നാൽ പിന്നെ അവരെയും കൂടി അറിയിക്കാം നമുക്ക്. അമ്മേ, ഈ അമ്മത് എവിടെ പോയി കിടക്കുക? അമ്മേ, ഒന്നിങ്ങനെ വേഗം വാ. ഓ, ഇങ്ങനെ വാ വെച്ച് കയറാത്ത പെണ്ണേ, എന്താ കാര്യം? അല്ല, ഇന്നെന്താ സ്കൂൾ നേരത്തെ വിട്ടോ? നീ എന്താ ഇപ്പം എത്ര നേരത്തെ? സ്കൂൾ നേരത്തെ വിട്ടിട്ടൊന്നുമില്ല, ഞാൻ വണ്ടിയിലാണ് വന്നേ, അതാ നേരത്തെ എത്തി. ഓ, അപ്പം ആദ്യമോൻ കൊണ്ടാക്കിണ്ടാവല്ലേ? എന്നിട്ട് എന്താ അവൻ ഇവിടെ കയറേണ്ട പോയി? ആദ്യമായിട്ടൊന്നും അല്ല എന്നെ കൊണ്ടാക്കിയേ. അമ്മ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇതൊക്കെ എന്താ? ഇതൊക്കെ ആരാ നിനക്ക് വാങ്ങി തന്നേ? അമ്മ ഇങ്ങനെ ടെററാവല്ലേ, എൻ്റെ കാമുകം വാങ്ങി തന്നൊന്നല്ലത്. നോക്ക് പെണ്ണേ, എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം കിട്ടും നല്ല പോലെ. സത്യം പറഞ്ഞു, അതൊക്കെ ആരാ നിനക്ക് വാങ്ങി തന്നേ? നിന്നോട് ഞാൻ എപ്പോഴും പറയലുണ്ട് കണ്ടോല് വാങ്ങി തന്ന സാധനം വെട്ടി വീട്ടിൽ കയറി വരരുതെന്ന്. നീ ആരാ വണ്ടിയിലാണ് കയറി വന്നെന്ന് സത്യം പറഞ്ഞോ? ഓ, അമ്മേനെ വിളിച്ച് എന്നെ വേണം തല്ലാൻ. വെറുതെ അങ്ങനെ ചൂടാവല്ല അമ്മേ. ഞാൻ എന്നെ കണ്ടറ വണ്ടിയിലൊന്നും എൻ്റെ കയറി വന്നേ. എനിക്ക് നല്ല ബോധമുണ്ട് ആരാ വണ്ടി കയറണം, ആരാ വണ്ടി കയറിണ്ടാവുന്നൊക്കെ. എന്നെ ഇങ്ങനെ എപ്പോഴും കൊച്ചു കുട്ടിയായിട്ട് കണ്ടിട്ടല്ലേ, എനിക്കറിയാം എല്ലാ കാര്യങ്ങളും. ഓ, പിന്നെ എല്ലും അറിയാം തമ്പുരാട്ടിക്ക്. ഞാൻ എന്നെ പറഞ്ഞ് ഏറിപ്പോവും. നിന്നെ ആരോടെ കൊണ്ടാക്കിയെന്നുള്ളതിന് ചോദ്യത്തിന് ഉത്തരം എന്താ? നീ വിശ്വങ്കലറ്റാണോ? വിശ്വങ്കളോ ആദ്യേട്ടനോ ഞാൻ അപ്പുറത്തെ വീട്ടിലെ അങ്കളോ ഒന്നും അല്ല എന്നെ ഇവിടെ കൊണ്ടാക്കി തന്നത്. ഈ സാധനങ്ങളൊന്നും വാങ്ങി തന്നതും എൻ്റെ അച്ഛനാ, അഥവാ അമ്മേൻ്റെ ഭർത്താവ് മാധവൻ നായർ. അച്ഛൻ പറഞ്ഞത് ശരിയാ. അച്ഛൻ വന്നതിൽ ഞാൻ സന്തോഷത്ര വേറെ ആരും സന്തോഷിച്ചിട്ടുണ്ടാവില്ല. കണ്ടില്ലേ അമ്മേൻ്റെ മുഖം എന്തൊരു പെട്ടെന്ന് ഡള്ളായേ. ചേച്ചി വന്നാലും ഇതൊക്കെ തന്നെയാകും അവസ്ഥ. നിങ്ങൾക്ക് രണ്ടാക്കും എന്താ അച്ഛനോട് ഇത്ര ദേഷ്യം? അത് നിന്റെ തന്നേനെ നിന്നേക്കാളും ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട്. നീ ഈ സാധനമൊക്കെ ഇപ്പം തന്നെ പുറത്ത് പോയി കളഞ്ഞിട്ട് വാ. കളയാനോ? ഞാൻ ഇത് കളയൊന്നുമില്ല. അച്ചു, നീ വെറുതെ വാശി കാണിക്കല്ലേ. ആരാ അമ്മയോട് വാശി കാണിക്കുന്നത്? ഞാനാണോ? അമ്മയല്ലേ. ഇതൊക്കെ കളയണമെന്ന് എന്തിനാ പറയുന്നേ? അമ്മയ്ക്ക് അച്ഛനോട് ദേഷ്യമുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ അച്ഛനോട് ദേഷ്യം കാണിക്കുന്നേ? അമ്മ എന്തേലും ചെയ്, ഞാൻ ഇതൊക്കെ കൊണ്ട് എൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പോവാ. എൻ്റെ കൃഷ്ണ, എന്തിനാ നീ ഞങ്ങളങ്ങനെ പരീക്ഷിക്കുന്നേ? ഓ, ഇന്നിപ്പത്തെ നേരത്തെ ഇരുട്ടായോ? ഞാനെന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? ആർക്കറിയാം, ഇനി എന്തെങ്കിലും ബാഡായിട്ട് നടക്കാൻ പോകുന്നുണ്ടോ? ഓ, മനുഷ്യനെ സമാധാനം കളയാനായിട്ട് ഒന്നുമില്ല അനന്യ. വെറുതെ നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാണ്ട് ഓരോ കാര്യങ്ങൾ. വേഗം നടന്ന് വീട്ടിലെത്താൻ നോക്ക്. ഹലോ, ആരടാ അത്? ബെസ്റ്റ്. പറഞ്ഞു തീർന്നില്ല, അപ്പേക്കും എൻ്റെ പ്രശ്നം ഫ്ലൈറ്റും പിടിച്ച് വന്നേക്കുന്നതാ മുമ്പ് തന്നെ. എന്താണ് കുഞ്ഞെ എന്നെ എങ്ങനെ നോക്കിയിരിക്കുന്നേ? ഇന്ന് വല്ല ഭംഗി കൂടുതലുണ്ടോ? പിന്നെ ഭംഗി കൂടിപ്പോയതാ പ്രശ്നം. ഞാൻ പോവാ, സംസാരിച്ചേക്കാൻ ഞാനൊന്നുമില്ല. ഐഷ്, അങ്ങനെ അങ്ങ് പോകല്ല, ഞാനും ഉണ്ട്. താനെങ്ങോട്ടേക്കാ?
തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറകെ നടക്കരുതെന്ന്. അത് ഞാൻ നിന്റെ പുറകെയല്ലല്ലോ നടക്കുന്നേ, നിന്റെ കൂടെയല്ലേ. അയ്യോ തമാശ, ഞാൻ ചിരിക്കണോ? നിനക്ക് ചിരിക്കാൻ വിരോധമൊന്നുമില്ലെങ്കിൽ നീ ചിരിച്ചോ. നിന്റെ ചിരിക്കൊരു പ്രത്യേക ഭംഗിയാ. ഓ എൻ്റെ ഭഗവതി, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തൊരു കഷ്ടാണിത്. അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ആരോടാ? എന്നോടല്ലേ? ഞാനേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം എന്നോട് തന്നെയാ. ഈ ചെരുപ്പ് എടുത്ത് ഞാൻ അടിക്കും, പൊയ്ക്കാനാവുമെന്ന്. ഓ ഇങ്ങനെയുണ്ടോ പൊട്ടന്മാര്? നീ ഇങ്ങനെ ടെററാവല്ലേ പെണ്ണേ. താനിപ്പോൾ എന്തിനാ എൻ്റെ വഴി കിടക്കുന്നേ? തനിക്ക് വീട്ടിൽ പോയിക്കൂടെ? നീ ഒറ്റയ്ക്ക് പോണ്ട വെച്ചിട്ടാ. എൻ്റെ പെണ്ണിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? അയ്യോ, ഇത്രയ്ക്കും വലിയ സഹായമൊക്കെ വേണോ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ മാഷേ? ഏയ് നമുക്കെന്ത് ബുദ്ധിമുട്ട്. അല്ലെങ്കിലും എനിക്ക് പണ്ടേ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെപ്പോഴും നാട്ടുകാരിങ്ങനെ പറയും. എന്നാലേ ഈ സഹായിക്കുന്ന ആള് സഹായം വേണ്ടവരടുത്ത് പോയി സഹായിച്ചോ. എനിക്ക് ഈ സഹായത്തിൻ്റെ ഒരു ആവശ്യമില്ല, മനസ്സിലായോ? ഓ, അവരെയൊക്കെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. നമുക്കിങ്ങനെ നടക്കാം. വീട്ടിൽ പോണ്ടേ? വേഗം വാ. ഓ ഇനി ഇതിപ്പോൾ പോകുന്നെന്ന് തോന്നുന്നില്ല. ഇന്നതിനെ സഹിച്ചേക്കാം. അതെ, എനിക്ക് നിന്നെ പറ്റി എല്ലാം അറിയാം. പക്ഷേ നിനക്ക് എന്നെ പറ്റി അധികം ഒന്നും അറിയില്ലല്ലോ. നിനക്കതൊന്നും അറിയണ്ടേ? അയ്യോ വേണ്ടായേ, അറിഞ്ഞിടത്തോളം ധാരാളം. ഇനി ഇതിനപ്പുറത്തേക്കൊന്നും അറിയണമെന്നില്ല. എൻ്റെ ബോഡി ഗാർഡ് വേഗം മുമ്പിൽ നടക്കും. ബോഡി ഗാർഡാ? അതെങ്കിൽ അത്. ഹലോ, എന്താടാ? ഓ, ലാൻഡായോ? ആ, എന്നാ ആയിക്കോട്ടെ. ഇനി ഞാൻ നോക്കിക്കോളാം. നീ അടുത്ത ട്രെയിനിലിങ്ങ് പോരും. ആ, നമുക്ക് ഇവിടുന്ന് കാണാം. എന്നാ ശരി. ആരാ വിളിച്ചേ? ആ, അതെൻ്റെ ഫ്രണ്ട്. നീ കണ്ടിട്ടുണ്ടാവും അവനെ. അന്ന് കഫേയിൽ വന്നപ്പോൾ നമ്മൾ സംസാരിച്ചില്ലേനോ, അപ്പം അവനുണ്ടേനു കൂടെ. ആ എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷേ മുഖം ഓർമ്മയില്ല. ആ, അത് സാരല്ല. അത് ഒരു വട്ടം കണ്ടിട്ടോ. അവന്മാർ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ അല്ല, ഞാനെന്തിനാ ഇയാളെ ഫ്രണ്ട്സിനെ കാണണേ? എനിക്ക് കാണുന്നു വേണ്ട, ആരെ? തൻ്റെ ഫ്രണ്ട്സിനെ. താൻ എന്തിനാണ് ചിരിക്കുന്നത്? ഇവിടെ ചിരിക്കാൻ മാത്രം ഞാൻ എന്തേലും പറഞ്ഞോ? അയ്യോ, അറിയാണ്ട് ചിരിച്ചു പോയതാ. ഇനി ആവർത്തിക്കില്ല, പോരെ? അപ്പം താങ്ക്സ് ബോഡി ഗാർഡ്, ഇത്രയും ദൂരം കൂടെ വന്നതിന്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോണ്ടേ? ഇതാ ഞാൻ പറഞ്ഞേ. ഓ, ആയിക്കോട്ടെ. ഈ താങ്ക്സ് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ നടന്നു പോകുന്നതിനെ പറ്റി താൻ ടെൻഷൻ അടിക്കണ്ട. താൻ ആ കാറ് കണ്ടോ? അതെൻ്റെ കാറ്. ഇത്രയും നേരം നമ്മളെ പുറകിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൽ കയറി പോവും. ആ ബെസ്റ്റ്, നല്ല ടീമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് തെറ്റില്ല, തനിക്ക് ശരിക്കും ഭ്രാന്താണല്ലേ? ആ കാറുണ്ടായിട്ട് നടക്കുക എൻ്റെ കൂടെ. എനിക്കൊന്നും പറയാനില്ല. നീ പറഞ്ഞ പോലെ എനിക്ക് ഭ്രാന്തോ വട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ആ കാറായി വന്നിട്ട് നിൻ്റെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചാൽ നീ കയറുമോ? ഇല്ല, അതെനിക്കറിയാം. പിന്നെ അവിടെ ഒരു കച്ചറയായി. എന്തിനാ വെറുതെ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പണി ചെയ്തു. ഇനി നീ കയറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാളെ ഞാൻ കാറായിട്ട് വരാം. എനിക്കിഷ്ടം എൻ്റെ കാറിൽ നിന്നെ ഫ്രണ്ട് സീറ്റിലെടുത്ത് കൊണ്ടുപോകാനൊക്കെ. ഓ ഞാനങ്ങനെ കണ്ട ആണുങ്ങളെ വണ്ടിയൊന്നും കയറാറില്ല. അങ്ങനെ ഒരു പെണ്ണല്ല. പെണ്ണല്ലേ? ഓ അല്ല, ആണാ? എന്ത് സംശയമുണ്ടോ? ചെറുതായിട്ട്. ആ സംശയം മാറ്റിത്തരികയായിരുന്നെങ്കിൽ. ചീ വൃത്തികെട്ടവൻ, സംശയം തീർക്കായിട്ടോ പോവാൻ നോക്കണോ? ആ സംശയം ഞാൻ വഴിയെ തീർത്തോണ്ട്. എന്നാ ശരി, നാളെ കാണാം. എൻ്റെ മോള് സുഖമായിട്ട് പോയി ഉറങ്ങി കേട്ടോ.